ഈ വീട്ടിലെ വെള്ളത്തിന്റെ അവസ്ഥ നിങ്ങൾ നോക്കിയേ, എത്രമാത്രം ചെളിയാന്ന് നോക്കിയേ. ഇനി ഞാൻ ഇവിടുത്തെ കിണറും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അപ്പൊ നമ്മൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മളിന്ന് വന്നേക്കുന്നത് ഹൈഡ്രോപ്രോ വാട്ടർ പ്യൂരിഫയറിന്റെ ഒരു വർക്ക് സൈറ്റിലേക്കാണ്. അപ്പൊ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കാണാം കേട്ടോ. ഇതൊക്കെ ഈ 2 ഗ്ലാസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ. ഇത് ഫിൽറ്റർ ചെയ്യണ മുന്നുള്ള വെള്ളം, ഇത് ഫിൽറ്റർ കഴിഞ്ഞിട്ടുള്ള വെള്ളമാണ് കേട്ടോ അത്. അപ്പൊ ഇതാണ് ശരത്ത്. ഇവരുടെ കമ്പനിയുടെ പേരാണ് ഹൈഡ്രോപ്രോ. അപ്പൊ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, നമ്മുടെ ഒരു വീട്ടിലേക്ക് എങ്ങനെയാണ് ഒരു കറക്റ്റ് ആയിട്ട് ഒരു വാട്ടർ ഫിൽറ്റർ നമ്മൾ ചൂസ് ചെയ്യോ? ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ വെള്ളം ലബോറട്ടറിയിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഈ വീട്ടിലാണെങ്കിലും നമ്മൾ വെള്ളം കഴിഞ്ഞ ആഴ്ച ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തു. ഞങ്ങളല്ല, ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തു. ആ റിസൾട്ട് പ്രകാരമാണ് ഇവിടേക്ക് ഏത് ഫിൽറ്റർ വെക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. ഇവിടെ അയണിന്റെ കണ്ടന്റ് ആണ് കൂടുതൽ, ഹാർഡ്നെസ്സും കൂടുതലുണ്ട്. അപ്പോ അയൺ കണ്ടന്റ് കുറയാനുള്ള ഫിൽറ്ററാണ് ഇപ്പൊ ഈ വെച്ചത്. ഹാർഡ്നെസ് കുറയ്ക്കാൻ ഇവർ കിച്ചണിൽ ഒരു പ്യൂരിഫയർ സെപ്പറേറ്റ് വേറെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹാർഡ്നെസിന്റെ പ്രോബ്ലം അതിൽ ക്ലിയർ ആവും. വെള്ളത്തിന് ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് അയൺ പോയി ക്ലിയർ ആവാൻ ഈ ഫിൽറ്റർ സഹായിക്കും. അങ്ങനെയാണ്. ഇപ്പൊ വേറെ സ്ഥലത്ത് ഇപ്പൊ ഓരോ സ്ഥലത്തും വെള്ളം ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണോ അതിനനുസരിച്ചിട്ടാണ് ഫിൽറ്റർ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ ഒരു ടി വി ഫ്രിഡ്ജ് ഒക്കെ വാങ്ങിക്കുന്ന പോലെ നമുക്ക് നേരിട്ട് പോയി ഇന്നത് സാധനം മതി എന്ന് വേണ്ടി വാങ്ങിച്ചു കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും റിസൾട്ട് കിട്ടില്ല. കറക്റ്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഓരോ വീടുകളിലെ വെള്ളത്തിനനുസരിച്ചാണ് ഫിൽറ്റർ വെക്കുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഈ വെള്ളം ടെസ്റ്റ് ചെയ്യുന്നത്, അപ്പൊ ഈ വെള്ളം ഞങ്ങൾ തന്നെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ അതിന് നിങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യോ? നിങ്ങൾക്ക് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് വേണമെങ്കിൽ അങ്ങനെ തരാം. അതല്ല, ഞങ്ങള് തൃശ്ശൂര്, കണ്ണൂര്, അതുപോലെ എറണാകുളം ജില്ലയിലാണെങ്കിൽ നമ്മൾ നേരിട്ട് വന്ന് കളക്ട് ചെയ്തിട്ട് ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത ലാബിൽ കൊടുത്ത് ടെസ്റ്റ് നിങ്ങൾക്ക് എടുത്ത് തരും. അപ്പൊ ആ റിസൾട്ട് പ്രകാരം നമുക്ക് സിസ്റ്റം സജസ്റ്റ് ചെയ്യാം. എല്ലാ ജില്ലയിലും വാട്ടർ അതോറിറ്റിക്ക് 4 ലാബ് വെച്ചിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ വാട്ടർ അതോറിറ്റി ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് തന്നാലും മതി. ഫുൾ ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത്. ഫ്രീ ആയിട്ടുള്ള വാട്ടർ ടെസ്റ്റ് ഒരിക്കലും ചെയ്യരുത്. വീടുകൾക്ക് വേണ്ടിയിട്ട് 850 രൂപയുടെ അടുത്താണ് വാട്ടർ അതോറിറ്റിയിൽ ഫീസ് വരുന്നത്. അപ്പൊ ആ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വാട്സാപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് അത് പ്രകാരം നല്ലൊരു സിസ്റ്റം സജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഓൾ കേരള സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു? നമ്മൾ ഹോൾ ഹൗസ് ഫിൽറ്ററുകൾ ഓൾ കേരള ഇൻസ്റ്റാളേഷൻ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് തൃശ്ശൂരും കണ്ണൂരും അതുപോലെ എറണാകുളത്താണ് ഓൾറെഡി ബ്രാഞ്ചുകൾ ഓഫീസ് ഉള്ളത്. അവിടെ നിന്നാണ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യണത്. നമ്മൾ ഓൾ കേരള കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു കസ്റ്റമർ നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് നിങ്ങൾ ഈ വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കും? ഓൾറെഡി ടെസ്റ്റ് റിസൾട്ട് കിട്ടിയിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് കൺഫേം ചെയ്ത് ഒരു 2-3 ഡേയ്സിനുള്ളിൽ വർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ ഇൻസ്റ്റാളേഷൻ കൂടി ഒരു ദിവസം 2-3 മണിക്കൂറൊക്കെ വരുള്ളൂ. ഇനി ഓട്ടോമാറ്റിക് ഫിൽറ്ററുകൾ ഉണ്ട്. അതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2 ദിവസം കംപ്ലീറ്റ് വയറിംഗ് ഒക്കെ ചെയ്ത് കഴിയാൻ ചിലപ്പോൾ 2 ദിവസം വേണ്ടി വരും ഒരു വീട്ടിൽ ചെയ്യുമ്പോൾ. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ. അല്ലാത്ത സ്ഥലങ്ങളിൽ വിത്ത് ഒരു 3 hours ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവും. അപ്പൊ നമുക്ക് 2-3 ദിവസമാണ് വർക്ക് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി വരുള്ളൂ. ഇപ്പൊ നമുക്ക് ഇപ്പൊ വെച്ച ഈ ഫിൽറ്ററില് അതിനൊക്കെ ഏകദേശം എത്ര കോസ്റ്റ് വരും? 16,000 രൂപ തൊട്ട് നമുക്ക് 95,000 വരെ റേഞ്ചിൽ മാനുവലി ക്ലീൻ ചെയ്യുന്ന ഫിൽറ്ററുകൾ അവൈലബിൾ ആണ്. അതായത് നമ്മൾ പോയി ബാക്ക് വാഷ് ചെയ്യേണ്ടത്. ഇനി ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് 45,000 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. അതായത് സിസ്റ്റം തന്നെ സെൽഫ് ക്ലീനിങ് ചെയ്തോളും. 45,000 തൊട്ടാണ് അത് സ്റ്റാർട്ടിങ് വരുന്നത്. ഇപ്പൊ ഇൻസ്റ്റാളേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ ഇതിന് വല്ല മെയിൻ്റെനൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ വന്ന് ചെയ്തു ഞങ്ങൾ ഇനി സർവീസ് തരിക. ഇനിയിപ്പോ നിങ്ങളുടെ അവിടെ വേറെ കമ്പനി ഏതെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ട് സർവീസ് കിട്ടാണ്ടിരിക്കണതുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഫെയിൽ ആയിട്ടുള്ള വെച്ചിട്ട് സർവീസ് കിട്ടാതെയോ, അല്ലെങ്കിൽ ചില ഇത് വെച്ച് കൊടുക്കും, പ്രോപ്പർ സർവീസ് കൊടുക്കില്ല. അങ്ങനെ ഫെയിൽ ആയിട്ടുള്ള ഏതെങ്കിലും ഫിൽറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് സർവീസ് ചെയ്ത് ക്ലിയർ ആക്കി തരാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ വീടുകൾക്ക് കോമൺ ആയിട്ട് ഇപ്പൊ ഇവിടെ വെച്ചേക്കുന്ന ഈ ഫിൽറ്റർ ആണോ ഉപയോഗിക്കുക? ഇത് ഹോൾ ഹൗസ് ഫിൽറ്റർ ആണ്. അപ്പൊ ഇതുപോലെയുള്ള ഫിൽറ്ററുകൾ പുറത്ത് ഫിസിക്കൽ കെമിക്കൽ പാരാമീറ്റേഴ്സ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഫിൽറ്റേഴ്സ് ഉപയോഗിക്കും. ഇനി കുടിക്കാൻ വേണ്ടിയുള്ള പർപ്പസിനാണെങ്കിൽ കിച്ചണിൽ വെക്കുന്ന വാട്ടർ പ്യൂരിഫയറുകൾ, വാൾ മൗണ്ട് ചെയ്യുന്ന പ്യൂരിഫയറുകൾ ഉണ്ട്. ഇനി അത് കഴിഞ്ഞ് മറ്റു കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് വാട്ടർ ഡിസ്പെൻസർ, അതുപോലെ തന്നെ ഇതിന്റെ വലിയ കോമ്പോസിറ്റ് വെസൽസ് വെച്ചിട്ടുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകളും നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഏത് തരം ഫിൽറ്ററുകൾ വേണമെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. വെള്ളവുമായി ബന്ധപ്പെട്ട എന്ത് സൊല്യൂഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ മാർക്കറ്റില് ഒരുപാട് ഫിൽറ്ററുകൾ അവൈലബിൾ ആണോ? അപ്പൊ അതിൽ നിന്ന് നിങ്ങളുടെ പ്രത്യേകത എന്താ? അതായത് സർവീസ്, പ്രോപ്പർ സർവീസ് ആണ് ഫിൽറ്റർ യൂണിറ്റിന് വേണ്ടത്. സർവീസ് കിട്ടാതെ നമ്മൾ വില മാത്രം നോക്കിയിട്ട് ഇത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ പെടും. അപ്പോ ഒരു കാറൊക്കെ വാങ്ങിക്കുന്ന പോലെ ആഫ്റ്റർ സെയിലിന് ശേഷമുള്ള സർവീസ് കിട്ടിയില്ലെങ്കിൽ പണിയാണ്. അപ്പൊ ഞങ്ങള് കറക്റ്റ് സർവീസ് നമ്മൾ പ്രോമിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ 5 വർഷം, ഇപ്പൊ ഞാൻ 5 വർഷം മുമ്പാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. 5 വർഷം മുമ്പ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഏറ്റവും 2,500 രൂപയ്ക്ക് വാങ്ങിച്ച ഫിൽറ്ററിന് വരെ നമ്മൾ ഇപ്പോഴും സർവീസ് കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ മെയിൻ ഒരു പോയിന്റ് എന്ന് വേണത്.
പിന്നെ ഓട്ടോമാറ്റിക് സിസ്റ്റം ചെയ്യണേല് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഉള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ ഈ നമ്മൾ മാനുവലി പോയി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് ഉള്ള സിസ്റ്റംസ് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞങ്ങളുടെ ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വേറെ കുറ്റം പറയാന്നല്ല, വേറെ പ്രമുഖ കമ്പനികൾ വെച്ച് ഫെയിൽ ആയ സ്ഥലത്താണ് നമ്മൾ അത് മാറ്റി കസ്റ്റമറിനെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ സിസ്റ്റം ചെയ്ത് സക്സസ്ഫുൾ ആക്കിയാണത്. അപ്പോൾ അതാണ് മെയിൻ ആയിട്ട് സർവീസും പിന്നെ ഞങ്ങൾക്ക് അതിലുള്ള എക്സ്പെർട്ടീസ് ആണ് ഇതിലുള്ള മെയിൻ പോയിന്റ് വരുന്നത്. പിന്നെ നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഒരു പ്രൊഡക്റ്റ് വെക്കുള്ളൂ. അല്ലാതെ നമ്മൾ സെയിൽസ് കൂട്ടുക എന്നുള്ള ഒരു പോയിന്റ് പ്രകാരം ഒരു കസ്റ്റമറിനെ കണ്ട് ആളുടെ കയ്യിലുള്ള ബഡ്ജറ്റിനുള്ള ഒരു ഫിൽറ്റർ ഒരിക്കലും നമ്മൾ വെച്ച് കൊടുക്കില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടില്ല. അപ്പോ നമ്മള് വെള്ളം ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് അത് പ്രകാരം മാത്രമാണ് നമ്മൾ ഏതാ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ അത് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് നിങ്ങൾ ഏത് കമ്പനിയുടെ ഫിൽറ്റർ വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യണമെങ്കിൽ ആ അവിടുത്തെ വെള്ളം ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന ഫിൽറ്ററിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് ശരിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് കൺസൾട്ട് ചെയ്ത് തരാൻ സാധിക്കും. അപ്പൊ വീട്ടിലേക്ക് ഒരു വാട്ടർ ഫിൽറ്റർ നോക്കി നടക്കുന്ന ആൾക്കാരിലേക്ക് നിങ്ങൾക്ക് എന്ത് സജഷൻ ആണ് കൊടുക്കാനുള്ളത്? ഇപ്പോ വീട് പണിതുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇപ്പൊ തന്നെ വെള്ളം ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ഫിൽട്രേഷൻ യൂണിറ്റിനുള്ള ബഡ്ജറ്റ് കൂടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. സാധാരണ നമുക്ക് വരുന്ന എൻക്വയറീസ് എല്ലാം വീടിന്റെ ഫുൾ ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞിട്ടാണ് ഫിൽറ്റർ വയ്ക്കുന്ന കാര്യം ഈ പണിയുന്നവർ ആലോചിക്കുന്നത്. അപ്പോഴേക്കും ഇപ്പൊ ഇതേപോലെ ഇപ്പൊ കണ്ട പോലെയുള്ള വെള്ളം വളരെ മോശമൊക്കെ ആണെങ്കിൽ അപ്പൊ ആ ഫിൽറ്റർ വെക്കാനുള്ള ഒരു ബഡ്ജറ്റ് കസ്റ്റമറുടെ കയ്യിൽ ഉണ്ടാവില്ല. കാരണം വീടിന്റെ എല്ലാ പണി കയ്യിൽ കാശില്ലാത്ത സമയത്ത് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ വീട് പണിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കുടിക്കാനുള്ള വെള്ളവും പ്രോപ്പർ ആയിട്ട് കിട്ടും. ഇല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷനും കൂടി ഉള്ളത് ബഡ്ജറ്റ് നിങ്ങൾ എപ്പോഴും കയ്യിൽ കണ്ടിട്ടുണ്ടായിരിക്കണം. പിന്നെ ഇനി ഓൾറെഡി വീട് പണിതവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വില കുറവിൽ ഒരു ഫിൽട്ടർ യൂണിറ്റ് വെക്കുന്ന കാര്യം നോക്കരുത്. കാരണം വില കുറവിൽ എന്തെങ്കിലും ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിലെ ഫിൽട്ടർ മീഡിയക്കും കാര്യങ്ങൾക്കൊക്കെ ക്വാളിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ പ്രോപ്പർ അളവിലായിരിക്കില്ല അതിൽ ഫിൽട്ടർ മീഡിയ നിറയ്ക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന പറഞ്ഞാൽ ഓരോ ഫിൽട്ടർ മീഡിയയും ഇപ്പൊ കാറ്റലോക്സ് അല്ലെങ്കിൽ DMIയോ അതിന് ഓരോ ഫിൽട്ടർ മീഡിയ മാനുഫാക്ചേഴ്സും അവർ മിനിമം ക്വാണ്ടിറ്റി പറയുന്നുണ്ട്, അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അത് പ്രകാരമാണ് എല്ലാ സ്ഥലത്തും നമ്മൾ അത് ഫില്ല് ചെയ്യുള്ളൂ. ഇപ്പൊ പല വെൻഡേഴ്സും ഇത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് പോകുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ സ്ഥാപനങ്ങളൊന്നും ഇല്ലാതെ വെറുതെ ഒരു താൽക്കാലിക ജോലിയായിട്ട് അല്ലെങ്കിൽ സൈഡ് ബിസിനസ് ആയി ചെയ്യണവരൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ മീഡിയയുടെ അളവ് കുറച്ച് നിറച്ചിട്ട് വില കുറവിൽ ഫിൽട്ടർ വെച്ച് ഇൻസ്റ്റാൾ ചെയ്ത് പോകും. അപ്പൊ പിന്നെ ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടായിരിക്കില്ല, വെറുതെ ഇൻസ്റ്റാൾ ചെയ്ത് പോകും. 2 ദിവസത്തിനുള്ള ഫിൽട്ടർ വർക്ക് ചെയ്യാതെയോ പിന്നെ അവരെ വിളിച്ചാൽ ഫോൺ എടുക്കൂല, സർവീസും ഉണ്ടാവില്ല. അങ്ങനെ വന്നിട്ടുള്ള കുറെ പേർക്ക് നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോഴും എൻക്വയറീസ് അങ്ങനെ വരും. അപ്പൊ ഒരിക്കലും പൈസ കുറവ് നോക്കിയിട്ട് നിങ്ങൾ ഫിൽട്ടർ ഇൻസ്റ്റാൾ ചെയ്യരുത്. എപ്പോഴും നിങ്ങളുടെ വെള്ളത്തിന്റെ പ്രശ്നം മനസ്സിലാക്കി അതിന് വേണ്ട ഒരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ നിന്നാണെങ്കിലും വേറൊരു കമ്പനിയുടെ കയ്യിൽ നിന്നാണെങ്കിലും. ഇപ്പൊ ബഡ്ജറ്റിന്റെ കാര്യമാണില്ലേ, അപ്പൊ സാധാരണക്കാർക്കും ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് റേറ്റുകളുണ്ടോ? നമുക്ക് 2500 രൂപ തൊട്ടുള്ള ഫിൽട്രേഷൻ സിസ്റ്റംസ്, പലതരത്തിലുള്ള ഫിൽട്രേഷൻ സിസ്റ്റംസ് കിച്ചണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണതും അല്ലാണ്ട് വീട്ടിലേക്ക് മൊത്തം ചെയ്യുന്ന ടൈപ്പിലുള്ള ഫിൽട്രേഷൻ യൂണിറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് പ്രകാരം ചൂസ് ചെയ്യാം. അതിൽ പ്രത്യേകിച്ച് വലിയ ഫിൽട്ടർ യൂണിറ്റ് ഒക്കെ വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൽ ബഡ്ജറ്റ് കുറയ്ക്കണതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോ അതിൽ വല്ലാണ്ട് ബഡ്ജറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വെള്ളത്തിൽ അയൺ കണ്ടന്റ് കൂടുതലാണെങ്കിൽ നിങ്ങൾ തീരെ ചെലവ് കുറവില് ഒരു ഫിൽട്ടർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപകാരമില്ല, ആ പൈസ വേസ്റ്റ് ആയി പോവുള്ളൂ. അതുകൊണ്ടാണ് ഹോൾ ഹൗസ് ചെയ്യുമ്പോൾ തീരെ ബഡ്ജറ്റ് കുറവിൽ ഇൻസ്റ്റാൾ ചെയ്യരുത് എന്ന് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം. അതല്ലാതെ ബാക്കിയുള്ള ഫിൽട്രേഷൻസ് ഒക്കെ നമുക്ക് ഒരു 2500 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇനി സ്പെയറുകളൊക്കെ നോക്കാൻ 150 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉള്ള കിച്ചണിലേക്ക് പ്യൂരിഫയറുകൾക്കുള്ള സ്പെയറുകളൊക്കെ 150 രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങുകളുണ്ട്. അപ്പൊ നമ്മുടെ ഒരു വീട്ടിലേക്ക് മൊത്തത്തിൽ ഒരു ഫിൽട്ടർ വെച്ചാൽ മതിയോ നമുക്ക്? ഈ വെസൽ ഫിൽറ്റർ ആണെങ്കിൽ അത് ഫിസിക്കൽ കെമിക്കൽ പാരാമീറ്റേഴ്സ് ക്ലിയർ ആക്കാനേ, അയൺ ഹാർഡ്നെസ് അല്ലെങ്കിൽ ടർബിഡിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം കാണുമ്പോൾ ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഹാർഡ്നെസ് കുറച്ചെടുക്കാൻ പറ്റും. പിന്നെ കുടിക്കാൻ വേണ്ടി നിങ്ങൾ കിച്ചണിലേക്ക് ബാക്ടീരിയ ഉള്ള വെള്ളമാണെങ്കിൽ കിച്ചണിലേക്ക് സെപ്പറേറ്റ് ഒരു വാട്ടർ പ്യൂരിഫയർ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാനുള്ളതാണ് എപ്പോഴും പ്യൂരിഫയർ ഒക്കെയാണ് എപ്പോഴും നല്ലത്. ഇത് കാണുന്ന നമ്മുടെ വ്യൂവേഴ്സിന് ഇതിനോട് സിമ്പിൾ ആക്കിയിട്ട് ഒന്ന് പറയാൻ പറ്റും? അതായത് നമ്മളൊരു വീട്ടിലേക്ക് മൊത്തമായിട്ടൊരു ഫിൽറ്റർ വെക്കുന്നത് നമുക്ക് ഏകദേശം എത്ര കോസ്റ്റ് വരും? ഇപ്പോൾ ഹോൾ ഹൗസ് വെസൽ ഫിൽറ്ററുകളൊക്കെ ആണെച്ചാൽ നമുക്ക് ഒരു 16,000 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഇനി കുടിക്കാൻ വേണ്ടി എടുക്കുന്ന പ്യൂരിഫയർ ആണെങ്കിൽ 6,500 തൊട്ട് 8 ലിറ്റർ കപ്പാസിറ്റി തൊട്ട് 15 ലിറ്റർ വരെ കപ്പാസിറ്റി ഉള്ള പ്യൂരിഫയറുകൾ നമുക്ക് അവൈലബിൾ ആണ് കിച്ചണിൽ വെക്കുന്നത്. ഈ പഴയ ഫിൽറ്റർ മാറ്റാനുള്ള കാരണം എന്താ?
ഇത് ഒന്നാമത് ഇതിന്റെ അടി പൊട്ടി. പിന്നെ ഇങ്ങനെയുള്ള ഫിൽറ്ററുകളാകുമ്പോൾ നമുക്കത് റീഫില്ലിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ജസ്റ്റ് ഒരു PVC പൈപ്പില് 2 ക്യാപ്പ് സെറ്റ് ചെയ്തിട്ട് ഫില്ല് ചെയ്താണ്. അപ്പൊ ഇങ്ങനത്തെ പോളി ഗ്ലാസ് ഫിൽറ്റർ വെക്കുമ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഹെഡ് ഊരിയിട്ട് ഇതിന്റെ പഴയ മീഡിയ റിമൂവ് ചെയ്ത് പുതിയത് റീഫില്ലിംഗ് ചെയ്യാം. അപ്പോ നല്ല ബ്രാൻഡുകളിലൊക്കെ ആകുമ്പോൾ ഞങ്ങളിപ്പോ റീഫില്ലിംഗ് ചെയ്യണതിന് 10-15 വർഷം പഴക്കമുള്ള പെൻഡെയറിന്റെ ഒക്കെ ആണെന്ന് അത്രയും പഴക്കമുള്ള വെസലുകളൊക്കെ നമ്മളിപ്പോ റീഫില്ലിംഗ് ചെയ്യാറുണ്ട്. ഇപ്പൊ പൈപ്പ് ഫിൽറ്റർ വെക്കുമ്പോ അതാണ് അത് റീഫില്ലിംഗിൽ ബഡ്ജറ്റ് കുറവായിരിക്കും, പക്ഷെ റീഫില്ലിംഗ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മൊത്തത്തിലെടുത്ത് മാറ്റി പുതിയത് ഇങ്ങനത്തെ വെക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ പ്യൂരിഫയർ സെലക്ട് ചെയ്യാനും അതിന് ഇൻസ്റ്റാളേഷനും സർവീസിനും ഒക്കെ നിങ്ങൾക്ക് ഹൈഡ്രോപ്രോനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം.